every day I'm having this. Now the time is actually 10:10. Okay, 10:13, and today's date is 25th March. Okay, I'm having every day this morning, not any other food actually, and even at afternoon I'm having just chena. And these criminals are trying to make me look fat by spraying bloating gas, this and that actually. Okay, by trying to stop the oxygen flow to my brain by spraying carbon monoxide and carbon dioxide directly into my nostril, so that I will I will just breathe these, and the oxygen flow, then I won't get oxygen, thus I will die. I will die, or I will get stroke due to the lack of oxygen to my brain actually. This is what these criminals are doing actually. Okay, all the time these criminals are doing. I am not having anything to get stroke or such oily. I am not having any one hen or chicken, this and that, not at all. Okay, I am just having this type of food actually. I did not even had a single egg from the past so many months actually, and I am not having any non-veg item, only fish curry I am having with chena. Okay, and these criminals are doing all these things, and these criminals have given me microchip inside my body through some injections, COVID injections or something like that, and these criminals are making use of that and doing all these things which will affect my health. And even these criminals are actually hitting my brain using ultrasound, infrasonic sound, etc. These are all and so many people are saying all these things, how these criminals will be targeting. These criminals are actually insurance looters. ഇവർ ഈ സുബ്രഹ്മണ്യന്റെ മകൻ എന്ന് പറയുന്നവനെ പിടിച്ച് മയക്കിയിട്ട് കാലും കൈയും കെട്ടിയിട്ട് 3 കോടി ഇൻഷുറൻസ് ആണ് ഗൾഫിൽ നിന്ന് അടിച്ചു മാറ്റിയത്. എന്നിട്ട് ഇവന്റെ മോൻ ആശുപത്രിയിലെ AC റൂമിൽ കിടന്ന് ഭാര്യയുമായിട്ട് മധുവിധു ആഘോഷിച്ച് ഇറങ്ങി വന്നപ്പോഴത്തേന് അവളൊരു കൊച്ചിനെയും ജന്മം നൽകി. പിന്നെ ഇതൊക്കെ ആൾക്കാർ ചോദിക്കും, ഇതൊക്കെ ആൾക്കാർക്ക് ഡൗട്ട് ആകും എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം പറയുന്ന അവളുടെ കൊച്ചല്ലേ, അവൻ്റെ കൊച്ചല്ലേ അവൻ. പക്ഷെ ഈ കൊച്ചിനെ കണ്ടാൽ അവൻ്റെ കൂട്ട് തന്നിരിക്കുകയാണ് ഈ കൊച്ചിനെ. എന്നിട്ട് ഇങ്ങനെ 3 കോടി, അതുപോലെ നമ്മളെയും വെച്ച് കോടികൾ അടിക്കണം. ഞാൻ LLB ഡിഗ്രിക്കാരിയാണ്. അങ്ങനെ ഉള്ള ഗൂഢമായ ഇത് വെച്ചുകൊണ്ട് നമ്മളെ പല രീതിയിൽ ഇവന്മാരെ ഹരാസ് ചെയ്യുന്നു. ഇവൻ ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ നിരന്തരം നമ്മളെ ചീത്ത വിളിക്കുക, ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുകവനെ. ഇവൻ നിരന്തരം കള്ളു ഷാപ്പിൽ നിന്ന് ഇറങ്ങി വന്നേച്ച് ഇവൻ നമ്മളെ ചീത്ത വിളിക്കുക. ഇവൻ രാവിലെ കള്ളു ഷാപ്പിൽ പോവുക, വന്നേച്ച് ഫുള്ളായി കുടിച്ചോണ്ട് ഭാര്യയ്ക്കും കുപ്പിക്കാത്ത കള്ളു കൊണ്ട് കൊടുത്തേച്ച് രണ്ടും കൂടെ കടന്ന് ചീത്തവിളി നമ്മൾ നിരന്തരം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇവൻ്റെ ചീത്തവിളി. ഇന്നും ഇതുവരെ ചീത്തവിളിക്കുകയായിരുന്നു. ഭയങ്കര തെറി വാക്കുകളാണ് ഇവൻ യൂസ് ചെയ്യുന്നത്. ഇവനെ കൊണ്ട് വലിയ ശല്യമായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മൾ കോടതി വഴി നമ്മൾ ഡിവോഴ്സ് ചെയ്തതാണ്. നിന്റെ ഭർത്താവ് എന്ത് നിന്റെ അതെന്തേടി. ഇവൻ കോടതി അലക്ഷൻ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണ് ഇവൻ ചെയ്യുന്നത്. ഇവൻ ആരാണ് കോടതിയുടെ ഉത്തരവിനെ ഇവൻ ചോദ്യം ചെയ്യാൻ? ഇവൻ ആരാണ്? ഇവനെ പ്രാന്തളകുകയാണ്. ഇവൻ കള്ളു കുടിച്ചേച്ച് വന്ന് കിടന്നെങ്കിൽ നെകളിക്കുകയവൻ. സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഒരു കണിയാൻ. ഇവനെ കയറ്റി വെച്ചിരിക്കുക ഒരു സൽപ്പകവല്ലി എന്ന് പറയുന്ന ഒരു 3rd rate ബാസ്റ്റേഡ്.